ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഒരു വെറൈറ്റി പിക്കിളിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എരിവും പുളിയും മധുരവും എല്ലാം കൂടെ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള പൈനാപ്പിൾ പിക്കിളാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. വീഡിയോ ഫുള്ളായി കണ്ട ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും ലഭിക്കുന്നത്. പൈനാപ്പിൾ അച്ചാർ ഉണ്ടാക്കാനായിട്ട് 500 ഗ്രാംസിൻ്റെ ഒരു ചെറിയ പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചതാണ്. ഇപ്പോൾ ഒരു പാൻ വെച്ച് 5 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണയിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി കട്ട് ചെയ്ത് വെച്ച് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചതാണ്, അത് ചേർത്ത് കൊടുക്കാം. വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ഒരു 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചതും വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പ് കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. പൈനാപ്പിളിനും കൂടെ പിടിക്കാനുള്ള ഉപ്പാണിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒന്നും ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റായി വന്നാൽ മതിയാവും. ഈ സമയം നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കണം. സിമ്മിൽ വെച്ചിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ എല്ലാം കരിഞ്ഞു പോകും. ആദ്യം നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. വറുത്ത് പൊടിച്ച ഉലുവപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് പൊടികളുടെ റോസ്മെല്ലാം ഒന്ന് മാറി വരണം. ഇപ്പോൾ പൊടികളുടെ റോസ്മെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് എടുത്തു വെച്ചിട്ടുള്ള പൈനാപ്പിളും കൂടെ ചേർത്ത് കൊടുക്കാം. പൈനാപ്പിളും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ എരിവും പുളിയും മധുരവും എല്ലാം കൂടെ നല്ലൊരു ടേസ്റ്റാണ്. ഇത് നല്ല പഴുത്ത പൈനാപ്പിൾ ആയതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ 1 ടീസ്പൂൺ വരയ്ക്കും പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് സുർക്ക ചേർത്ത് കൊടുക്കണം. 1/4 കപ്പ് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയം ഉപ്പ് നോക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും പൈനാപ്പിളെല്ലാം ചെറുതായി ഒന്ന് വെന്ത് എല്ലാം കൂടെ നന്നായി സെറ്റായിട്ട് വന്നിട്ടുണ്ടാവും. ഇടയ്ക്കൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടിയും തുറന്ന് നോക്കാം. ഇപ്പോൾ പൈനാപ്പിളൊക്കെ ആവശ്യത്തിന് വെന്ത് എണ്ണയെല്ലാം ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പൈനാപ്പിൾ പിക്കിൾ റെഡി ആയിട്ട് ഇപ്പോൾ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതുവരെ പൈനാപ്പിൾ പിക്കിൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എന്നിട്ട് വീഡിയോ ഫുള്ളായി കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.